welcome to another lecture of Engineering Thermodynamics, and in this video we will be discussing the revision section of Module 3. Module 3 main ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. മൊഡ്യൂൾ 1 നമ്മൾ കംപ്ലീറ്റ് ഫസ്റ്റ് ലോനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അതിൻ്റെ ഡെഫിഷ്യൻസീസ് അഥവാ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടു. അതിൻ്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ ഒരു മൊഡ്യൂളിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും അതുമായി ബന്ധപ്പെട്ട് ലാസ്റ്റിൽ അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. സോ അവൈലബിലിറ്റി വേറൊരു സെക്ഷൻ ആക്കിയിട്ടാണ് ഞാൻ കാണിക്കുക. സോ ഫസ്റ്റിൽ നമ്മൾ മൊഡ്യൂൾ 3യുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ സിലബസ് നോക്കിയാൽ കാണാം. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ദെൻ കംസ് തെർമൽ റിസർവോയർ, സോഴ്സ് എന്താണ്, സിങ്ക് എന്താണ്, പിന്നെ ഹീറ്റ് എൻജിൻ, അതേപോലെ ഹീറ്റ് പമ്പ്, റെഫ്രിജറേറ്റർ എന്താണെന്നുള്ളതും അതിൻ്റെ പെർഫോമൻസ് ഫാക്ടർ, പിന്നെ നമ്മുടെ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള കെൽവിൻ-പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ രണ്ടിൻ്റെയും ഈക്വലൻസ്, പിന്നെ എന്താണ് റിവേഴ്സിബിൾ, ഇർറിവേഴ്സിബിലിറ്റി, പിന്നെ ഈ കെൽവിൻ-പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, സെക്കൻഡ് ലോയുടെ കൊറോളറീസ് എന്തൊക്കെയാണ്, പിന്നെ കാർനോട്ട് തിയറം എന്താണ്, അതിൻ്റെ കൊറോളറീസ് എന്തൊക്കെയാണ്, പിന്നെ നമുക്ക് ക്ലോഷ്യസ് ഇനീക്വാലിറ്റി എന്താണെന്നും, പിന്നെ എൻട്രോപ്പിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ, ആൻഡ് ഫൈനലി എൻട്രോപ്പി ജനറേഷൻ ഇൻ ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം എന്നൊക്കെ ഉള്ളതാണ് ഈ സിലബസിൻ്റെ ഒരു പാർട്ട്. പിന്നെ ലാസ്റ്റ് ഒരു സെൻറ്റൻസും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് അവൈലബിലിറ്റി. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അത് റിവൈസ് ചെയ്തിട്ടെടുക്കാം. സോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സെക്ഷൻ മാത്രമാണ് നമ്മൾ റിവിഷൻ സൈഡിൽ നമ്മൾ നോക്കുന്നത്. സോ വിത്തൗട്ട് എനി ഡിലേ വി വിൽ ഗോ ഡയറക്ട്ലി ഓൺ ടു ദി ടോപ്പിക്. സോ ഫസ്റ്റ് വൺ, തെർമൽ റിസർവോയർ എന്ന് പറഞ്ഞാൽ എന്താ? തെർമൽ റിസർവോയർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ബോഡിയാണ്, ഒരു സാങ്കല്പിക ബോഡി. അതെന്താ? ഭയങ്കരമായ എനർജി കപ്പാസിറ്റി, എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഒരു ബോഡി ആണ് തെർമൽ റിസർവോയർ എന്ന് പറയുന്നത്. അതായത് ആ ഒരു ബോഡിക്ക് ഹീറ്റ് എത്ര വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ ഹീറ്റ് എത്ര വേണമെങ്കിലും വലിച്ചെടുക്കാം, അഥവാ സ്റ്റോറും ചെയ്യാം. അങ്ങനത്തെ ഒരു ബോഡിനെയാണ് തെർമൽ റിസർവോയർ എന്ന് പറയുന്നത്. തെർമൽ റിസർവോയർ രണ്ട് ടൈപ്പ് ഉണ്ട്, സോഴ്സ് ആൻഡ് സിങ്ക്. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എനർജി സപ്ലൈ ചെയ്യുന്ന ഒരു തെർമൽ റിസർവോയറിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയാം. അതേസമയം എനർജീനെ എപ്പോഴും അബ്സോർബ് ചെയ്യുന്നത്, മറ്റേത് സപ്ലൈ ചെയ്യുന്നത്, ഇത് അബ്സോർബ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നത് സിങ്ക് എന്നാണ്. സോ തെർമൽ എനർജി റിസർവോയർ എന്നോ അല്ലെങ്കിൽ ഹീറ്റ് റിസർവോയർ എന്നോ നമ്മൾ പറയും. ദെൻ കംസ് ഹീറ്റ് എൻജിൻ. എന്താണ് ഹീറ്റ് എൻജിൻ എന്നുള്ളതാണ്. സോ ഹീറ്റ് എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എൻജിൻ വിച്ച് കൺവേർട്സ് one form of energy onto the other. അതായത് എല്ലാ ഫോമും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ വർക്കിനെ നമുക്ക് മറ്റുള്ള എനർജി ഫോംസിലേക്ക് മാറ്റാം, പക്ഷേ മറ്റുള്ള എനർജി ഫോംസിനെ വർക്കിലേക്ക് കംപ്ലീറ്റ് മാറ്റുക എന്ന് പറയുന്നത് എന്തല്ല, പോസിബിൾ അല്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇവിടെ ഒരു കണ്ടെയ്നറിൽ വെള്ളമുണ്ട് അല്ലേ. സോ ഈ കണ്ടെയ്നറിൽ വെള്ളമുണ്ട്. സോ ഞാനൊരു ഷാഫ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വർക്ക് കൊടുക്കുകയാണ് ഈ ഷാഫ്റ്റിന്, അഥവാ ഷാഫ്റ്റിന് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വെള്ളം ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ആ വെള്ളം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വൈബ്രേഷണൽ എനർജി ഒക്കെ കൂടി ഇൻടേൺ വാട്ട് ഹാപ്പൻസ്, വെള്ളത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി വാല്യൂ റൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി വാല്യൂ റൈസ് ചെയ്യുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വെള്ളം ഹീറ്റഡ് അപ്പ് ആവും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് വെള്ളം ചെറുതായിട്ട് ഹീറ്റ് കൂടി വരും, ടെമ്പറേച്ചർ കൂടി വരും. ആ ടെമ്പറേച്ചർ പതിയെ പുറത്തേക്ക് എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്തപ്പെടും, ഹീറ്റ്. ഇതിൻ്റെ പഴയ നോർമൽ കണ്ടീഷനിലേക്ക് തന്നെ സിസ്റ്റം മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വർക്കിനെ നമ്മൾ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കംപ്ലീറ്റ് എല്ലാം ഹീറ്റായിട്ട് മാറണമെന്നില്ല, ചിലത് ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് ഉണ്ടാവും ഇൻറ്റേർണൽ എനർജി. സോ ഫൈനലി വാട്ട് ഹാപ്പൻസ്, വർക്ക് ഹീറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു കണ്ടെയ്നർ ഉണ്ട്, ആ കണ്ടെയ്നർ പുറത്തുനിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്നു. പുറത്തുനിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്നത് വഴി വെള്ളം ചൂടാവും. ആ ചൂടായ വെള്ളം എങ്ങനെ വെള്ളം ചൂടാകുന്നത്? ഇൻറ്റേർണൽ എനർജി കൂടുന്നതുകൊണ്ടാണ്. ആ ഇൻറ്റേർണൽ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ ഷാഫ്റ്റ് കറക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ കറങ്ങോ ഷാഫ്റ്റ്? ഇല്ല. സോ ഉദ്ദേശം ഹീറ്റിനെ തിരിച്ച് വർക്കിലേക്ക് മാറ്റാൻ കഴിയില്ല, പക്ഷെ വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? ഹീറ്റിലേക്ക് മാറ്റാൻ, അതായത് കംപ്ലീറ്റ് കൺവേർഷൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും നടക്കില്ല. സോ നമുക്ക് വർക്കിനെ from this and other observations we conclude that work can be converted to heat directly and completely, but converting heat to work requires the use of some special devices. So these devices are called heat engines. അപ്പോൾ ഹീറ്റ് എൻജിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റിനെ വലിച്ചെടുത്തുകൊണ്ട് ആ ഹീറ്റിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഓഫ് വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻജിൻസ് അല്ലെങ്കിൽ ബോഡി സ്പെഷ്യൽ ഡിവൈസസ് ആണ് ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത്. സോ
heat engine differ considerably from one another. Okay, but all can be characterized by the following. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞത് ഓരോ ഹീറ്റ് എഞ്ചിനും വെവ്വേറെയാണ്, പക്ഷെ എല്ലാത്തിനും കോമൺ ആയിട്ടൊരു കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. സി, ഹീറ്റ് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഴ്സ് വേണം, ആ സോഴ്സിൽ നിന്നാണ് ഹീറ്റ് വലിച്ചെടുക്കുക. ആൻഡ് ഹീറ്റ് എഞ്ചിൻ ഇറ്റ് ഷുഡ് ഡെലിവർ സം എമൗണ്ട് ഓഫ് വർക്ക്. മാത്രമല്ല ഹീറ്റ് എഞ്ചിന് ഒരിക്കലും കംപ്ലീറ്റ് ഹീറ്റിനെ വർക്കാക്കി മാറ്റില്ല. സോ സം എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ടു ബി ലിബറേറ്റഡ് ടു അനദർ തെർമൽ റിസർവോയർ ദാറ്റ് ഇസ് കോൾഡ് സിങ്ക്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, അതായത് ഹീറ്റ് വലിച്ചെടുക്കുന്നു, വർക്ക് കിട്ടുന്നു, പിന്നെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ നടക്കുന്നത് ഒരു വർക്കിംഗ് സബ്സ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു മീഡിയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മീഡിയത്തിനാണ് നമ്മൾ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയാം. അപ്പോൾ ആ ഫ്ലൂയിഡിനെ ഉപയോഗിച്ചിട്ടായിരിക്കും ആ ഫ്ലൂയിഡ് ഹീറ്റ് ആവും. എന്നിട്ട് ആ ഫ്ലൂയിഡിൽ നിന്ന് ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് സിങ്ക് കൊടുക്കും. അങ്ങനെ ഒരു ഫ്ലൂയിഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുക. പല ഫ്ലൂയിഡ്സും ഉണ്ടാവും. ഓക്കെ, സോ ഒരു ഹീറ്റ് എഞ്ചിനുള്ള ഒരു പറ്റുന്ന ഒരു ഡെഫിനിഷൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് പ്രൊഡ്യൂസിങ് ഡിവൈസ് ആണ് സ്റ്റീം പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റീം പവർ പ്ലാന്റിൽ എന്താ സംഭവിക്കുക? ഒരു ബോയിലർ ഉണ്ടാവും. ബോയിലർ എന്ന് പറഞ്ഞാൽ അവിടെ ഫംഗ്ഷൻ ബോയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഒരു മീഡിയം, സേ വാട്ടറിൻ്റെ കേസ് തന്നെ ആലോചിക്കുക. വാട്ടർ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യൂസിങ് പമ്പ് ഇറ്റ് മൂവ്സ് ഓൺ ടു ദി കണ്ടൻസർ. കണ്ടൻസറിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ ഹീറ്റ് വലിച്ചെടുക്കും. അതിനെ കണ്ടൻസ് ചെയ്യും. അപ്പോൾ ഹീറ്റ് വലിച്ചെടുക്കുക. അപ്പോൾ അതിനെ വീണ്ടും ലിക്വിഡ് ഫോമിലേക്ക് ആക്കും. എന്നിട്ട് ലിക്വിഡ് ഫോമിൽ പോയിട്ട് ടർബൈനിനെ കറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടും. ദെൻ ആ വെള്ളം എന്ത് ചെയ്യും? വീണ്ടും ബോയിലറിലേക്ക് പോകുന്നു. സോ വാട്ട് ഹാപ്പൻസ്? ഒരു സോഴ്സിൽ നിന്ന് നമ്മൾ ഹീറ്റ് വലിച്ചെടുക്കുന്നു, ഹീറ്റ് കിട്ടുന്നു, പ്രോസസ്സ് നടക്കുന്നു. ടോട്ടൽ നെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് വരുന്നുണ്ട്, വർക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്, കുറച്ച് ഹീറ്റ് റിജക്റ്റും ചെയ്യുന്നുണ്ട്. സോ ദിസ് ആൻ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ എ ഹീറ്റ് എഞ്ചിൻ. സോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ദെൻ കംസ് തെർമൽ എഫിഷ്യൻസി. തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി പോലെ തന്നെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ നമ്മളെ ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ എന്താണ്? ഹീറ്റ് എഞ്ചിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ വർക്ക് ഡൺ ആണ്. സോ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഏതാ? ഇതാണ് അല്ലേ? ഈ ഒരു എമൗണ്ട് ഹീറ്റാണ് ഇൻപുട്ട് വരുന്നത്. സോ ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞത് വർക്ക് നെറ്റ് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ക്യൂ ഇൻപുട്ട് എന്നുള്ളതായിരിക്കും. സോ ഈ വർക്ക് നെറ്റ് ഔട്ട്പുട്ട് എനിക്ക് എങ്ങനെ എഴുതാം? ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട്. അതായത് ക്യൂ ഇന്നിലെ ക്യൂ ഔട്ട് വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ സെക്ഷനാണ് വർക്ക് ഔട്ട്പുട്ട് അല്ലേ? സോ എനിക്ക് എങ്ങനെ എഴുതാം? ക്യൂ ഇൻ മൈനസ് ക്യൂ ഔട്ട് ആണ്. അപ്പോൾ ക്യൂ ഇൻ ബൈ ക്യൂ ഇൻ ഇറ്റ് വിൽ ബിക്കം 1. അപ്പോൾ 1 മൈനസ് ക്യൂ ഇൻ ബൈ ക്യൂ 1. പൊതുവെ നമ്മൾ 1 മൈനസ് Q2 ബൈ Q1 എന്ന ടേംസിലാണ് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ്സ് വിത്ത് ദി തെർമൽ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ. Now comes refrigerators and heat pump. Refrigerators and heat pump. എന്താണ് റെഫ്രിജറേറ്റർ അഥവാ ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ? ഹീറ്റിനെ നമ്മൾ ലോ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് ഹൈ ടെമ്പറേച്ചർ ബോഡിയിലേക്ക് നീക്കണമെങ്കിൽ നമുക്ക് വെറുതെ നീങ്ങില്ല. അത് നാച്ചുറൽ ഫ്ലോ ആയിട്ട് വരില്ല. കാരണം ചെറിയ ഹീറ്റ് കുറവുള്ള സ്ഥലത്ത് നിന്ന് ഹീറ്റ് വലിച്ചെടുത്ത് ഹൈ ലെവലിലുള്ള ഹീറ്റുള്ള സ്ഥലത്തേക്ക് പോകണം. സോ നമ്മളൊരു എക്സ്റ്റേണൽ ഡിവൈസും കൂടെ നമ്മൾ ഒരു എക്സ്റ്റേണൽ വർക്ക് ഡണും കൂടെ കൊടുക്കണം. അങ്ങനെ അതിന് സ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റെഫ്രിജറേറ്റർ അഥവാ ഹീറ്റ് പമ്പ് എന്ന് പറയാം. ഓക്കെ, പക്ഷേ റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും ഒരേപോലെ ആണെങ്കിലും അതിൻ്റെ അപ്ലിക്കേഷനിൽ എന്തുണ്ട്? മാറ്റമുണ്ട്. അപ്പോൾ ഹീറ്റ് എഞ്ചിൻ പോലെ തന്നെ റെഫ്രിജറേറ്ററും ഒരു സൈക്കിളായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെഫ്രിജറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം എന്താ? സിങ്കിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്നു, ഒരു നെറ്റ് വർക്ക് കൊടുക്കണം. കാരണം ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹൈ ടെമ്പറേച്ചറിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ സിങ്കിൽ നിന്ന് ഒരു ഹീറ്റ് വലിച്ചെടുക്കുന്നു, ഒരു വർക്ക് ഡണും കൂടെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മും കൂടെ കൂടിയിട്ടുള്ള ഹയർ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഡെലിവേർഡ് ടു സോഴ്സ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇത് റെഫ്രിജറേറ്റർ സൈക്കിൾ ആണെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്താ? ഈ ഏരിയനെ തണുപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഏരിയയിലുള്ള ഹീറ്റ് വലിച്ചെടുക്കുമ്പോൾ ഈ ഏരിയ തണുക്കും. അതാണ് റെഫ്രിജറേറ്ററിൻ്റെ ഫംഗ്ഷൻ. സോ നമ്മുടെ ഡിസയേർഡ് ഔട്ട്പുട്ട് ഏതാ? ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇൻപുട്ട് ഏതാ? ഇതുമാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലാരിറ്റി വേണം, ഇല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പും. അപ്പോൾ റെഫ്രിജറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏരിയ സിങ്കിൻ്റെ ഏരിയ തണുത്ത് നിൽക്കണം. അപ്പോൾ അവിടുന്ന് എത്ര ഹീറ്റ് വലിച്ചെടുക്കണോ അതാണ് റെഫ്രിജറേറ്ററിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. സോ ഇവിടെ QL ആണ് ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്താ? നമ്മൾ എക്സ്റ്റേണലി വർക്ക് കൊടുക്കുന്നുണ്ട്. സോ അത് പ്രകാരം നമ്മൾ ഹീറ്റ് എഞ്ചിനും നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ റെഫ്രിജറേറ്ററിനും ഹീറ്റ് പമ്പിനും നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്നാണ് പറയാം. അപ്പോൾ റെഫ്രിജറേറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് നേരത്തെ ഇക്വേഷൻ പോലെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് തന്നെയാണ്. ഔട്ട്പുട്ട് QL ആണ് ഡിവൈഡഡ് ബൈ വർക്ക് നെറ്റ് ഇൻപുട്ട്.
സോ നമ്മൾ Q1 Q2 ടേംസിലാകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ആ Q1 Q2 എന്ന് പറഞ്ഞ് നിൽക്കരുത്. നിങ്ങൾ എന്താണ് Q1 എന്താ Q2 എന്ന്. ഇപ്പോൾ ഒരാൾ ഇവിടെ Q1 ഇവിടെ Q2 ഇട്ടാൽ ഇറ്റ് ഈസ് Q2 ഡിവൈഡ് ബൈ Q1 മൈനസ് Q2. ഒരാൾ ഇവിടെ Q2 ഇവിടെ Q1 ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് Q1 ബൈ Q1 മൈനസ് Q2. സോ Q1 Q2 എന്ന് പഠിക്കാണ്ട് ആ Q എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കലാണ് ഇമ്പോർട്ടൻറ്റ്. ദെൻ കംസ് ഹീറ്റ് പമ്പ്. ഹീറ്റ് പമ്പ് നേരത്തെ ഈ റെഫ്രിജറേറ്ററിന് പറഞ്ഞ പോലെ തന്നെ എന്താണ് സിമിലർ ആണ്. പക്ഷെ ഹീറ്റ് പമ്പിൻ്റെ മെയിൻ ലക്ഷ്യം എവിടേക്കാണോ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത് അത് അവിടെ ഹീറ്റഡ് അപ്പ് ആവുക എന്നുള്ളതാണ് കണ്ടീഷൻ. അവിടെ ചിലപ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെക്കാട്ടിലും കുറവായിരിക്കും. സോ ഹിയർ യു ക്യാൻ സി ഞാൻ ഹീറ്റ് പമ്പിൽ ഞാൻ ഇൻപുട്ട് ഹീറ്റ് കുറച്ച് വലിച്ചെടുക്കുന്നു, നെറ്റ് വർക്ക് ഇൻപുട്ടും വരുന്നുണ്ട്, രണ്ടും കൂടെ QH എന്ന് പറയുന്ന എമൗണ്ട് ഹീറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഹീറ്റ് പമ്പിൻ്റെ ഉദ്ദേശം ഈ ഒരു സ്പേസിനെ നമ്മൾ ഹീറ്റ് ആക്കുക എന്നുള്ളതാണ്. ഇത് ഓൾറെഡി സിങ്കിനെക്കാട്ടിലും ടെമ്പറേച്ചർ കൂടിയ സ്ഥലമായിരിക്കും, പക്ഷെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആയിരിക്കും ഇവിടെ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഹീറ്റ് എമൗണ്ട് കൊടുക്കുന്നത്. സോ ഹീറ്റ് പമ്പിനെ സംബന്ധിച്ചിടത്തോളം ഡിസൈർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഇത് എത്രത്തോളം നന്നാക്കാൻ കഴിയുന്നോ അല്ലെങ്കിൽ ഇത് എത്ര വാല്യൂ കൂട്ടാൻ കഴിയുന്നോ അതിൻ്റെ പെർഫോമൻസ് ഹീറ്റ് പമ്പിൻ്റെ പെർഫോമൻസ് കൂടും. സോ COP ഓഫ് ദ ഹീറ്റ് പമ്പ് ഈസ് ഡിസൈർഡ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ദാറ്റ് ഈസ് QH ഡിവൈഡ് ബൈ നെറ്റ് വർക്ക് ഔട്ട്പുട്ട്. ഈ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ QH മൈനസ് QL ആണ്. ആൻഡ് നമ്മൾ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് COP ഓഫ് ഹീറ്റ് പമ്പിൻ്റെ COP എന്ന് പറഞ്ഞാൽ റെഫ്രിജറേഷൻ്റെ COP ഇതേ ടെമ്പറേച്ചർ ഡിഫറൻസിൽ വർക്ക് ചെയ്യുന്ന ഹീറ്റ് പമ്പും റെഫ്രിജറേറ്റർ ആണെങ്കിൽ ഹീറ്റ് പമ്പിൻ്റെ COP എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്ററിൻ്റെ COPയുടെ ഒപ്പം +1 കൂട്ടിയാലായിരിക്കും. ചില പ്രോബ്ലങ്ങൾക്ക് ചിലപ്പോൾ ഈ ഇക്വേഷൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. നൗ വി വിൽ മൂവ് ഓൺ ടു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രകാരമാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത്തത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റും. 2 സ്റ്റേറ്റ്മെൻറ്റും വായിക്കുമ്പോൾ ഒരു എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് പറയുന്ന പോലെ തോന്നും, പക്ഷെ രണ്ടും ഇന്റർകണക്റ്റഡ് ആണ്. സോ നമുക്ക് നോക്കാം എന്താണ് കെൽവിൻ-പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സോ കെൽവിൻ-പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് states that it is impossible for any device that operates on a cycle to receive heat from a single reservoir and produce net amount of work. കെൽവിൻ-പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഡിവൈസിന് ഒരിക്കലും സാധിക്കില്ല. എന്താ സാധിക്കാത്തത്? ഒരൊറ്റ റിസർവോയറിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുകയും എന്നിട്ട് ആ ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് വർക്കാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ഹീറ്റ് എഞ്ചിൻ ഒരിക്കലും പോസിബിൾ അല്ല എന്നാണ് കെൽവിൻ-പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ എനി ഡിവൈസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ എ സൈക്കിൾ ടു റിസീവ് ഹീറ്റ് ഫ്രം എ സിംഗിൾ റിസർവോയർ ആൻഡ് പ്രൊഡ്യൂസ് എ നെറ്റ് എമൗണ്ട് ഓഫ് വർക്ക്. ഇങ്ങനെ ചെയ്യാൻ കഴിയൂല എന്നുള്ളതാണ് കെൽവിൻ-പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഹീറ്റ് എഞ്ചിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 100% ആയിരിക്കും. കാരണം കിട്ടുന്ന കംപ്ലീറ്റ് സാധനത്തിന് ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി എന്താ? 0 ആണ്. സോ ഒരു ഹീറ്റ് എഞ്ചിൻ അപ്പോൾ 100% എഫിഷ്യൻസി ആവാൻ പറ്റുമോ? ഒരിക്കലും ആവാൻ പറ്റില്ല. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ വർക്ക് ഓക്കെ വി വിൽ ഡിസ്കസ് PMM2 അതുമായി റിലേറ്റഡ് ആണ്. സോ വെൻ ഇറ്റ് കംസ് വി വിൽ ഡിസ്കസ് ദാറ്റ്. സോ അടുത്ത സെക്കൻഡ് ലോയുടെ തെർമോഡൈനാമിക്സിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് that operates in a cycle and produces no effect other than transfer of heat from a low temperature body to high temperature body. അതായത് ഒരു ഡിവൈസിന് ഒരു ഡിവൈസ് പോസിബിൾ അല്ല, കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡിവൈസ് പോസിബിൾ അല്ല. എങ്ങനത്തെ ഡിവൈസ്? അതായത് പുറമേ നിന്നും ഒരു എക്സ്റ്റേണൽ ഫോഴ്സോ അല്ലെങ്കിൽ ഇൻപുട്ടോ കൊടുക്കാതെ ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള സ്ഥലത്തിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുത്ത് ഹൈ ടെമ്പറേച്ചർ ആയുള്ള സ്ഥലത്തേക്ക് ഹീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിവൈസ് പോസിബിൾ അല്ല. ഇത് പോസിബിൾ ആവും എപ്പോൾ? ഞാൻ എക്സ്റ്റേണലി വർക്ക് കൊടുക്കുകയാണെങ്കിൽ. അങ്ങനെയാണല്ലോ നമ്മൾ റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പിനെയും കുറിച്ച് നമ്മൾ പഠിച്ചത്. അപ്പോൾ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ വെച്ചാൽ, അതായത് ഇവിടുന്ന് വെറുതെ ഹീറ്റ് വലിച്ചെടുക്കുന്നു, ലോ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്നു, ഹയർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് കൊടുക്കുന്നു. ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് വേണം. അങ്ങനെ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് കിട്ടാതെ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഡിവൈസ് പോസിബിൾ അല്ല എന്നതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ നിങ്ങൾക്ക് കെൽവിൻ-പ്ലാങ്കും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും കേൾക്കുമ്പോൾ കുറച്ചൊരു ഡിഫറൻസ് തോന്നും. എളുപ്പമാണ് മനസ്സിലാക്കാൻ, പക്ഷെ കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പോൾ ഇതാണ് 2 സ്റ്റേറ്റ്മെന്റും. ഈ 2 സ്റ്റേറ്റ്മെന്റും കാര്യങ്ങൾ പഠിക്കുക. പിന്നെ അടുത്ത സെക്ഷനാണ് PMM2, ദാറ്റ് ഈസ് പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. PMM1 നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലെ റിവിഷനിൽ കണ്ടു. PMM2 എന്ന് പറഞ്ഞാൽ എന്താ? PMM2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക്
സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ വയലേറ്റ് ചെയ്യുന്നു എന്നുള്ള മീനിങ്. അഥവാ നമുക്ക് പറയാം കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത് PMM2. ഇപ്പോൾ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്താ, ഒറ്റ തെർമൽ റിസർവോയറിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുത്ത് അതിനെ കംപ്ലീറ്റ് വർക്കാക്കി മാറ്റുന്നു. അതാണല്ലോ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. അത് നടക്കില്ല എന്നാണ് സെക്കൻഡ് ലോ ഓഫ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. പക്ഷെ അങ്ങനെ നടക്കുന്ന ഒരു മെഷീനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. ഉദ്ദേശം പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അങ്ങനെ പോസിബിൾ അല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പറയാം എന്താണ്, ദാറ്റ് ഈസ് എ വയലേഷൻ ഓഫ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഓർ ഇൻ ടേൺ ഐ ക്യാൻ സേ ദാറ്റ് ഈസ് എ വയലേഷൻ ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റിന്റെയും, അതായത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിന്റെയും ഈക്വാലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാണ്, ഈക്വലൻസ് അല്ലെങ്കിൽ ഈക്വാലിറ്റി ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പോൾ രണ്ട് റിസർവോയർ ഉണ്ട്, ഹൈ ടെമ്പറേച്ചർ റിസർവോയർ ആയിട്ടുള്ള സോഴ്സ് ഉണ്ട്, സിങ്ക് ഉണ്ട്. അപ്പോൾ ഒരു ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നു. ആ ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ബൈ വയലേറ്റിംഗ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഈക്വലൻസ്, ഇത് രണ്ടും തുല്യമാണ് എന്ന് തെളിയിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒന്നിന്റെ വയലേഷൻ മറ്റേതിന്റെ വയലേഷനിലേക്ക് ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ ഈക്വലൻസ് തെളിയിക്കുക. അതായത് കെൽവിൻ പ്ലാങ്ക് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് വയലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നത് വഴി രണ്ടും സെയിം ആണ് എന്നതാണ് നമ്മുടെ പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ ആദ്യം കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നു, അതായത് PMM2 ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്നു, ആ ഹീറ്റിനെ കംപ്ലീറ്റ് നെറ്റ് വർക്ക് ആക്കിയിട്ട് കൊടുക്കുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. റെഫ്രിജറേറ്റർ നോർമലി വർക്ക് ചെയ്യുന്ന റെഫ്രിജറേറ്റർ ആണ്. ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കുന്നു, ഹയർ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് കൊടുക്കുന്നു വിത്ത് എക്സ്റ്റേണൽ ഇൻപുട്ട്, ദാറ്റ് ഈസ് നെറ്റ് വർക്ക് ഔട്ട്പുട്ട്. ഈ വർക്ക് നെറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ, QH ആണ്. കാരണം എന്താ, കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ആണ്. സോ ഇവിടെ എത്തുമ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് എന്താവും, QH ആൻഡ് QL, ദാറ്റ് ഈസ് QH പ്ലസ് QL. അപ്പം ഞാനിതിനെ ഓൾ ടുഗദർ ഒറ്റ ഒരു സിസ്റ്റം ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിലേക്ക് QH കൊടുക്കുന്നു, അതേ സിസ്റ്റത്തിന് QH വലിക്കുന്നു. സോ ഐ ക്യാൻ ക്യാൻസൽ QH. അപ്പം നെറ്റ് ആയിട്ടുള്ളതിനെ എനിക്ക് എന്ത് ചെയ്യാം, റെഫ്രിജറേറ്ററിൽ നിന്ന് ടോട്ടലി QL പോകുന്നു, അടിയിൽ നിന്ന് വലിക്കുന്നത് എന്താ, QL ആണ്. വർക്ക് നെറ്റ് ഇതൊറ്റ സിസ്റ്റം ആകുമ്പോൾ ഹൈബ്രിഡ് സിസ്റ്റം ആയിട്ട് ഇത് മാറി റെഫ്രിജറേറ്റർ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, QL താഴ്ന്നു വലിക്കുന്നു, QL തന്നെ കൊടുക്കുന്നു, വേറെ എക്സ്റ്റേണൽ വർക്കില്ല. ഇത് എന്തിൻ്റെ വയലേഷൻ ആണ്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിന്റെ വയലേഷൻ ആണ്. സോ ഇറ്റ് ഷോസ് ദി ഈക്വലൻസ് ഓഫ് ദി ടു സ്റ്റേറ്റ്മെന്റ്. അഥവാ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് വയലേഷൻ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് വയലേഷനിലേക്ക് മാറി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതേപോലെ നമുക്ക് തിരിച്ചും പറയാം. ഓക്കെ, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിന്റെ വയലേഷൻ ഇറ്റ് വിൽ ലീഡ് ടു ദി വയലേഷൻ ഓഫ് ദി കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നും നമുക്ക് പറയാം. സോ ഈ ഒരു എക്സാമിന്, അഥവാ ഇത് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഈക്വലൻസ് തെളിയിക്കാൻ, എക്സാമിന് ചെറിയ മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നിന്റെ വയലേഷൻ മറ്റേതിന്റെ വയലേഷനിലേക്ക് കാണിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി. അതിൽ ഈ ഡയഗ്രം കൂടെ ഉണ്ടാവുന്നത് വളരെ ബെസ്റ്റാണ്. അതല്ല, മാർക്ക് കുറച്ചുകൂടെ വലിയ മാർക്കാണെങ്കിൽ നിങ്ങൾ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് വയലേഷൻ ഇറ്റ് വിൽ ലീഡ് ടു ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് വയലേഷനും പറയണം. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് വയലേഷൻ തിരിച്ച് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് വയലേഷനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് കാണിക്കണം. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദോസ് തിങ്സ് ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് ക്ലാസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വിൽ ഗോ ഫോർ റിവേഴ്സിബിൾ പ്രോസസ്. സോ എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്, ഇറിവേഴ്സിബിൾ പ്രോസസ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 മാറ്റിക്കഴിഞ്ഞാൽ തിരിച്ച് അതേ പാത്ത് കൂടെ തന്നെ ആ പ്രോസസ്സിന് വരാൻ പറ്റുകയാണെങ്കിൽ അതിനർത്ഥം ദാറ്റ് പ്രോസസ് ഈസ് റിവേഴ്സിബിൾ. അങ്ങനെ സെയിം പാത്ത് കൂടെ വരണമെന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള സറൗണ്ടിങ്സിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ അതൊക്കെ തിരിച്ചെടുക്കാനും കൂടെ കഴിയണം. എന്നാൽ മാത്രമേ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നുള്ളൂ. റിയാലിറ്റി കേസിൽ പൊതുവേ റിവേഴ്സിബിൾ പ്രോസസ്സുകൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ചില പ്രോസസ്സിനെ നമുക്ക് റിവേഴ്സിബിളിനോട് അടുപ്പിച്ച് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചില പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നിയർ ടു റിവേഴ്സിബിൾ എന്ന് പറയാം. പക്ഷെ എക്സാക്ട്ലി റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സും ഇല്ല. സോ റിവേഴ്സിബിൾ അല്ലാത്ത എല്ലാ പ്രോസസ്സിനും നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. അപ്പോൾ എന്താണ് റിവേഴ്സിബിൾ എന്ന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സിബിൾ പ്രോസസ് cannot be approximated by actual devices, but they can never be achieved. All the processes occurring in nature are irreversible. സോ സച്ച് തിങ്സ് ആർ ദർ. ഇനി ഇറിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സ്. അങ്ങനെ പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആവാനുള്ള കാരണക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാരിന് പറയുന്ന പേരാണ് ഇറിവേഴ്സിബിലിറ്റീസ്. ഏതൊക്കെയാണ് ആൾക്കാർ? ഫ്രിക്ഷൻ, എക്സ്പാൻഷൻ, മിക്സിംഗ് ഓഫ് ദി ഫ്ലൂയിഡ്സ്, ഹീറ്റ് ട്രാൻസ്ഫർ അക്രോസ് ഫൈനൽ ടെമ്പറേച്ചർ, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, അങ്ങനെ ഇൻഇലാസ്റ്റിക് ഡിഫോർമേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ കുറച്ച് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക.
പിന്നെ ഇതിലെ തിയറിയാണ് ഫ്രിക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ്, മിക്സിംഗ് ഓഫ് ഫ്ലൂയിഡ്സ്, ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ പറഞ്ഞു, ഫൈനൈറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫർ, അതൊക്കെ എന്താണ് ആ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ, അപ്പോൾ സേ 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഒരു ക്യാന് 5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി, അല്ലെങ്കിൽ സേ ഒരു തണുത്ത ഒരു ക്യാന് നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടിരുന്നു, ഒരു തണുത്ത ക്യാന് ഞാനൊരു വാം റൂമിലേക്ക് കൊണ്ടുവന്നാൽ ആ തണുത്ത ക്യാന് തണുപ്പൊക്കെ മാറി ആ റൂമിൻ്റെ ടെമ്പറേച്ചർ ആവും അല്ലേ. തിരിച്ച് ആ റൂമിൽ നിന്ന് ഹീറ്റൊക്കെ കളഞ്ഞിട്ട് അതിന് വീണ്ടും പഴയ പോലെ തണുക്കാൻ പറ്റുമോ? അതില്ല. സോ അങ്ങനെ ഒരു ഫൈനൈറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ് വഴി ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് തിരിച്ച് റീട്രേസ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. സോ ഇതൊക്കെ ഇതിൻ്റെ കോസസ് ആണ്, തിയറി പാർട്ടാണ്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം, നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നൗ നെക്സ്റ്റ് കംസ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിൾ ഒരു ഹൈപ്പോത്തറ്റിക് സൈക്കിളാണ്. നമുക്ക് ഈ കാർനോട്ട് സൈക്കിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനും ഇല്ല. കാർനോട്ട് സൈക്കിൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഒരു ബെഞ്ച് മാർക്ക് പോലെ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർനോട്ട് സൈക്കിൾ. കാർനോട്ട് സൈക്കിൾ വഴി വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 100% എഫിഷ്യൻ്റ് ആണ്. പക്ഷേ കാർനോട്ട് സൈക്കിൾ പോസിബിൾ അല്ല എന്ന് നമ്മൾ ഓൾറെഡി പണ്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു. സോ അതിൻ്റെ പ്രോസസ്സും കൂടെ നമ്മൾ പറയാം. അതിൽ 4 പ്രോസസ്സാണുള്ളത്, 2 ഐസോതെർമൽ റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ് ആൻഡ് 2 റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്. സോ റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ് ഫ്രം 1 to 2 വാട്ട് ഹാപ്പൻസ്, പ്രഷർ വോളിയം ഇൻക്രീസ് ചെയ്യും, അതായത് ഈ പിസ്റ്റൺ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും, കീപ്പിംഗ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എങ്ങനെ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്? പുറത്തുനിന്ന് ഒരു ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ വോളിയം കീപ്പ് ചെയ്താൽ ഹീറ്റ് കൂടും. അപ്പോൾ ആ ഹീറ്റ് കൂടാതെ വെക്കാൻ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വോളിയം കൂട്ടും. സോ വാട്ട് ഹാപ്പൻസ്? പ്രഷർ ഡിക്രീസസ്. അതാണ് ഫസ്റ്റത്തെ കേസ്, ഐസോതെർമൽ പ്രോസസ്. പിന്നെ അതിന് ശേഷം വരുന്നത് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്. അഡിയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ വീണ്ടും എക്സ്പാൻഷൻ നടക്കും, പക്ഷേ ഹീറ്റ് പുറത്തേക്ക് പോകില്ല. ഹീറ്റ് പുറത്ത് പോകാതെ വെക്കാൻ ഒരു ഇൻസുലേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കൊടുക്കും. ഓൾറെഡി മുകളിലും താഴെ ഇൻസുലേറ്റഡ് ആണ്, സൈഡിൽ മാത്രമേ ഇൻസുലേഷൻ ഇല്ലാത്തുള്ളൂ. റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ നേരത്തെ നമ്മളൊരു ഇൻസുലേഷൻ കൊടുക്കും, എക്സ്പാൻഡ് ചെയ്യും, സോ ദാറ്റ് പുറത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഒന്ന് കുറയും. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി കീപ്പ് ചെയ്യുന്നില്ല, ടെമ്പറേച്ചർ ഒന്ന് കുറയും, കാരണം ഹീറ്റ് കൊടുക്കുന്നില്ല. പിന്നെ അടുത്ത കേസ് റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സ് തന്നെ. അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് ലെഫ്റ്റിലേക്ക് മാറും, വോളിയം കുറയും, പ്രഷർ കൂടും, അപ്പോൾ ഹീറ്റ് പുറത്തേക്ക് കൊടുക്കും. കാരണം എന്താ? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി കീപ്പ് ചെയ്യണമെങ്കിൽ. ആൻഡ് അടുത്ത പ്രോസസ്സ് വീണ്ടും അഡിയാബാറ്റിക് ആണ്, ഇൻസുലേറ്റഡ് ആയിരിക്കും. ഞാൻ വീണ്ടും കൊടുക്കുമ്പോൾ വോളിയം കുറയും, പ്രഷർ കൂടും. ടെമ്പറേച്ചർ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ഇൻക്രീസസ്, കാരണം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്സ് അല്ല. സോ ഇൻസുലേഷൻ ഉണ്ട് താനും, ഹീറ്റ് പുറത്തേക്ക് പോകുന്നില്ല താനും. സോ ദാറ്റ് ഈസ് റിവേഴ്സിബിൾ അഡിയാബാറ്റിക്, കാർനോട്ട് സൈക്കിൾ. 4 പ്രോസസ്സ് ഉണ്ട്, 2 റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ്സും റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സും. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോകുമ്പോൾ റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ വോളിയം കൂടുന്നു, അപ്പോൾ എക്സ്പാൻഷൻ പ്രോസസ്സ് പറയും. ലെഫ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയും. സോ 1 to 2 ഈസ് റിവേഴ്സിബിൾ ഐസോതെർമൽ പ്രോസസ് വിച്ച് ഈസ് എക്സ്പാൻഷൻ പ്രോസസ്. ഇത് 2 to 3 is reversible adiabatic expansion process. 3 to 4 is reversible isothermal compression process, and 4 to 1 is reversible adiabatic compression process. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിലാണ് ഹീറ്റ് ഇന്നും ഹീറ്റ് ഔട്ട്പുട്ടും. ഇവിടെ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ TS ഡയഗ്രമും നിങ്ങൾ ഓർത്ത് വെക്കുക, ഞാനത് കാണിച്ചിട്ടില്ല. അതൊരു റെക്റ്റാങ്കിൾ പോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇക്വേഷൻ സിമിലർ ടു ദാറ്റ് ഓഫ് 1 - QL/QH എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് വരിക. ഇനി കാർനോട്ടിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 2 പ്രിൻസിപ്പിളാണ് കാർനോട്ട് പ്രിൻസിപ്പിൾസിൽ മെൻഷൻ ചെയ്യുന്നത്. അത് 2 കൺസെപ്റ്റാണ്. ഒന്നെന്താ? The first one is the efficiency of an irreversible heat engine is always less than the efficiency of a reversible one operating between the same 2 reservoirs. ഇപ്പോൾ 2 റിസർവോയേഴ്സിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഹീറ്റ് എഞ്ചിനുകൾ ഉണ്ടെങ്കിൽ അതിൽ ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ എഫിഷ്യൻസിനെക്കാട്ടിലും കുറവായിരിക്കും എന്നതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. രണ്ടാമത്തെ കൺസെപ്റ്റ്, 2 സെയിം റിസർവോയേഴ്സിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യപ്പെടുന്ന എല്ലാ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻസിനും ഒരേ എഫിഷ്യൻസി ആയിരിക്കും എന്നുള്ളതാണ് കാർനോട്ട് പ്രിൻസിപ്പിൾ പറയുന്നത്. എളുപ്പമാണ്, നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഒരു പ്രൂഫ്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ എടുത്തു, മറ്റേ സൈഡിൽ റിവേഴ്സിബിൾ എടുത്തു. അപ്പോൾ റിവേഴ്സിബിൾ പിന്നെ നമ്മൾ QH വലിച്ചെടുക്കുന്നു, QL കൊടുക്കുന്നു, ഇവിടെയും QH വലിക്കുന്നു, QL കൊടുക്കുന്നു. രണ്ടിലും QH ആണ് മെൻഷൻ ചെയ്യുന്നത്. കാരണം എന്താ? എന്നാലേ ഇത് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു 10 കിലോ യൂണിറ്റും ഇവിടെ വേറെ 5 കിലോ യൂണിറ്റ് എടുത്താൽ ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല.
ഇപ്പോൾ രണ്ടും ഒരേ എമൗണ്ട് ഹീറ്റ് വലിച്ചെടുക്കുന്ന രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഹീറ്റ് എഞ്ചിൻ ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ കൊടുക്കുന്ന വർക്ക് W റിവേഴ്സിബിൾ, റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ കൊടുക്കുന്ന വർക്ക് W റിവേഴ്സിബിൾ ആണ് എന്ന് കരുതുക. ആൻഡ് അപ്പോൾ നമ്മൾ ഇവിടെ സങ്കല്പിക്കുക എന്താ, നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം കാർനോട്ട് പ്രിൻസിപ്പിൾ പ്രകാരം ഇതിനാണ് എഫിഷ്യൻസി കൂടുതൽ എന്നാണ് നമ്മൾ പറയുക അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇതിനല്ല, ഇതിനാണ് നമ്മുടെ അസംഷൻ ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണ് കൂടുതൽ എഫിഷ്യൻസി എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ പുറത്തേക്ക് വരുന്ന ഈ QL ഇറിവേഴ്സിബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദിസ് വിൽ ബി ലെസ്സർ ദാൻ ദിസ് വൺ. കാരണം എന്താ, നമ്മുടെ അസംഷൻ ഇതിനാണ് എഫിഷ്യൻസി കൂടുതൽ എന്നാണ്. സോ ഇതിനെക്കാട്ടിലും കുറവ് വാല്യൂ QL ഇറിവേഴ്സിബിൾ അല്ലേ. സോ ഇനി ഇത് റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആയതുകൊണ്ട് ഞാൻ ഈ പ്രോസസ്സിനൊക്കെ നേരെ റിവേഴ്സ് ചെയ്യുന്നു. സോ QL റിവേഴ്സിബിൾ മുകളിലേക്ക്, QH മുകളിലേക്ക്. സോ QH മുകളിലേക്ക്, QH താഴേക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് ക്യാൻസൽ ചെയ്യാം. എനിക്ക് ഡയറക്റ്റ് ഇതിനെ കീപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ QL റിവേഴ്സിബിൾ ആൻഡ് ഇത് തിരിച്ചിങ്ങോട്ട് QL റിവേഴ്സിബിൾ ഇത് വാല്യൂ ഉണ്ട്, അതുപോലെ QL ഇറിവേഴ്സിബിൾ ഇതാണ് ചെറിയ വാല്യൂ. സോ വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ, ഇത് മുകൾക്കും ഇത് താഴേക്കും. അപ്പോൾ മുകൾക്കാണ് നെറ്റ് വരുന്നത്. എന്നിട്ട് വർക്ക് ഇറിവേഴ്സിബിൾ ആണ് കൂടുതൽ വരിക. കാരണം എന്താ, ഇതിനാണ് ഹയർ എഫിഷ്യൻസി എന്ന് പറഞ്ഞു. സോ നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഇറിവേഴ്സിബിൾ മൈനസ് റിവേഴ്സിബിൾ വർക്കാണ്. സോ ദിസ് ഈസ് എ വയലേഷൻ ഓഫ് ദി Kelvin-Planck സ്റ്റേറ്റ്മെന്റ്. അതായത് അപ്പോൾ എൻ്റെ അസംഷൻ, അതായത് ഇറിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണ് എഫിഷ്യൻസി എന്ന എൻ്റെ അസംഷൻ എന്തായി, അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് PMM 2 ആണ് എനിക്ക് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് എ വയലേഷൻ ഓഫ് സെക്കൻഡ് ലോ. സോ ഇതേപോലെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, രണ്ട് റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനും ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇതിലെന്താ ചെയ്യുക വെച്ചാൽ ലെഫ്റ്റ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡത്തെ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണ് മറ്റേതിനെക്കാട്ടിലും കൂടുതൽ എഫിഷ്യൻസി എന്ന് നമ്മൾ പറയുന്നു എന്ന് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലോനെ വയലേറ്റ് ചെയ്യുന്ന രീതി കിട്ടും. തിരിച്ച് രണ്ടാമത്തെ B ആയിട്ടുള്ള എഞ്ചിനാണ് കൂടുതൽ എഫിഷ്യൻസി ദാൻ ദി A1 എന്ന് പറയുമ്പോൾ, അപ്പോൾ അങ്ങനെ നമുക്ക് അസംഷൻ ചെയ്യുമ്പോൾ അടുത്ത വയലേഷൻ കിട്ടും. സോ രണ്ടും വയലേറ്റ് ചെയ്യുമ്പോൾ രണ്ടിനും സെയിം ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാമെന്ന് പറയും. പിന്നെ അടുത്തൊരു ടോപ്പിക്കാണ് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ സ്കെയിൽ. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ അതിൻ്റെ ഒരു പാർട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് അത് അത്ര കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ ശ്രദ്ധിക്കാനുള്ളത് ഹീറ്റ് വാല്യൂസ് എപ്പോഴും എന്താണ്, ഫങ്ഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആണ്. ആൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിലേഷൻ ഉണ്ട്, Q1/T1 is equal to Q2/T2 equal to Q3/T3 എന്ന രീതിയിൽ നമ്മളൊരു ഫോം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ Q1/T1 is equal to Q2/T2 is equal to Q3/T3 എന്നൊരു ഇക്വേഷൻ നമുക്ക് വരുന്നുണ്ട്. അത് പ്രത്യേകം ഓർക്കുക. നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ് വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. സോ യു ക്യാൻ സീ ഹിയർ വി ഹാവ് ഇല്ല അങ്ങനെ പറയുന്നുണ്ട്. ഓരോന്ന് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് എ റിപ്പീറ്റേഷൻ ആൻഡ് ദ വീഡിയോ ലെങ്ത് വിൽ ഗെറ്റ് ഹയർ. സോ അത്രയും പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്ലോഷ്യസ് ഇനീക്വാലിറ്റി ആണ്. സോ ക്ലോഷ്യസ് ഇനീക്വാലിറ്റി അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളുണ്ട്. ആൻഡ് ഫൈനലി ക്ലോഷ്യസ് ഇനീക്വാലിറ്റി ഗിവ്സ് us that sigma dq/t is less than or equal to 0, or I can say cyclic integral of dq/t is less than or equal to 0 എന്നുള്ളതാണ് ആക്ച്വലി ക്ലോഷ്യസ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. സോ dq/t it will be equal to 0 when the process is a reversible process, and it will be less than 0 when the process is an irreversible process. സോ ഇതാണ് ക്ലോഷ്യസ് ഇനീക്വാലിറ്റി. അതിൻ്റെ ഡെറിവേഷനും ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കംസ് എൻട്രോപ്പി. സോ എൻട്രോപ്പി എന്ന് പറയുന്നത് ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ്. ആൻഡ് it is designated by the letter S, and it is defined as S is equal to dq/t, or I can say dq is equal to TdS എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ രീതി തന്നെയാണ്. സോ എൻട്രോപ്പി എന്ന് പറയുന്നത് it is an extensive property, which means it depends upon the mass, and entropy change of a system during a process can be determined as S2 minus S1. Change in entropy, that is integral of dq/t. ഇനി ഇൻറ്റഗ്രൽ ഓഫ് dq/t എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സെയിം ഓൾവേസ് അല്ലേ. അപ്പോൾ ഒരു ഇറിവേഴ്സിബിൾ പാത്ത് കൂടെ പോകുമ്പോൾ അതൊരു പ്രോപ്പർട്ടി അല്ല. അപ്പോൾ ഒരു രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു റിവേഴ്സിബിൾ പാത്ത് ഏതാണോ ആ റിവേഴ്സിബിൾ പാത്ത് കൂടെയുള്ള ഇൻറ്റഗ്രേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ. സോ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് അതൊരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് പാത്ത് കൂടെ പോയാലും അതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻട്രോപ്പി. എൻട്രോപ്പിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വെൻ ഹീറ്റ് ഈസ് സപ്ലൈഡ് ടെമ്പറേച്ചർ ചേഞ്ചസ്. അതായത് എൻട്രോപ്പി കൂടും
എപ്പോൾ ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന നേരത്ത്. ആൻഡ് ഹീറ്റ് റിമൂവ് ചെയ്യുന്ന നേരത്ത് എന്ത് ചെയ്യും, എൻട്രോപ്പി വാല്യൂ ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ അഡിയാബാറ്റിക് പ്രോസസ്സുകളാണെങ്കിൽ ഇറ്റ് ഈസ് സെയിം ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ഇഫ് ടെമ്പറേച്ചർ ഓഫ് ഹീറ്റ് ഈസ് ലോവേർഡ് വിത്തൗട്ട് വർക്ക് ബീയിങ് ഡൺ ആസ് ഇൻ എ ത്രോട്ട്ലിംഗ് പ്രോസസ്സ്. അപ്പോൾ എൻട്രോപ്പിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് 4 പറഞ്ഞിട്ടുള്ളത്. എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ്, അത് ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് പറഞ്ഞാൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി സിസ്റ്റം ആൻഡ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി സറൗണ്ടിങ്സ് ആണ്. അപ്പോൾ സറൗണ്ടിങ്സിൻ്റെ എന്ത് പ്രോസസ്സ് നടക്കുമ്പോഴും ഇതാണ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദി യൂണിവേഴ്സ്. അപ്പോൾ ഏതൊരു പ്രോസസ്സും ഒക്കർ ചെയ്യുമ്പോഴും എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. ദറ്റ് മീൻസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഇനി എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻസ് ആണ്, അത് പല സിസ്റ്റത്തിനും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ എൻട്രോപ്പി ചേഞ്ചിൻ്റെ ഇക്വേഷൻ ഡെറിവേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ആ ഡെറിവേഷൻ നിങ്ങൾ നോക്കുക. ആൻഡ് ഫൈനലി ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം ദി എൻട്രോപ്പി ചേഞ്ച് ഇസ് ഗിവൺ ആസ് Cp ln of T2 by T1 minus R ln of P2 by P1. വേറെയും ഇക്വേഷൻസ് ഉണ്ട്, ഇതൊക്കെ അതിൻ്റെ ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് പറയാം. Cv ln P2 by P1 പ്ലസ് Cp ln V2 by V1, അങ്ങനെ പല ഇതുണ്ട്. സോ ഫോർ എ ക്ലോസ് സിസ്റ്റം അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. സിമിലർലി ഒരു കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഹീറ്റ് ചെയ്യുന്ന നേരത്തുള്ള എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ S2 - S1 ഈസ് Cv ln T2 by T1. അപ്പോൾ ഇത് സ്പെസിഫിക് എൻട്രോപ്പിയാണ്, അതല്ല കറക്റ്റ് എൻട്രോപ്പി കിട്ടണമെങ്കിൽ മാസ് ഇൻറ്റു Cv ln T2 by T1 എന്ന് കിട്ടും. കോൺസ്റ്റൻറ്റ് പ്രഷർ ആകുമ്പോൾ ഇറ്റ് ഈസ് Cp ln T2 by T1. ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ് എൻട്രോപ്പി ചേഞ്ച് ഈസ് R ln V2 by V1. ആൻഡ് ഫോർ എ റിവേഴ്സിബിൾ അഡിയാബാറ്റിക് പ്രോസസ്, അതിൽ ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. എൻട്രോപ്പി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതായത് എൻട്രോപ്പി ചേഞ്ച് ഈസ് 0 which means entropy is a constant value. And polytropic process in the equation it is Cv ln T2 by T1 plus R ln V2 by V1. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, which we have already discussed in our detailed video. ഇനി അടുത്തൊരു ടേമാണ് എൻട്രോപ്പി ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഇറിവേഴ്സിബിലിറ്റീസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് സംഭവിക്കുന്നു, it always cause the entropy of the system to increase. സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി കൂട്ടാനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്, ഇറിവേഴ്സിബിലിറ്റീസ്. സോ അതുവഴി എന്ത് ചെയ്യുന്നു, എൻട്രോപ്പി ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. ക്ലിയർ? സോ ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് യു ക്യാൻ സീ, ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് the entropy generation is 0 and thus the entropy change of system is equal to entropy transfer. നമുക്ക് 2 രീതിയിലുണ്ട്, അതായത് ഒന്ന് എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എൻട്രോപ്പി ട്രാൻസ്ഫർ നടക്കുന്നതുള്ള ചേഞ്ച് ഉണ്ട്, അതുപോലെ എൻട്രോപ്പി ജനറേഷൻ ഉണ്ട്. ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം എൻട്രോപ്പി ജനറേഷൻ എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആകുമ്പോൾ അവിടെ ഇറിവേഴ്സിബിലിറ്റീസ് കാരണത്താൽ നമുക്കൊരു എൻട്രോപ്പി ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ആ 2 ചേഞ്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുക. സോ ഹിയർ ഇറ്റ് ഈസ് ദ എൻട്രോപ്പി ചേഞ്ച് ആണിത്, നെറ്റ് എൻട്രോപ്പി ചേഞ്ച്. ആൻഡ് ദിസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി, ഇത് എൻട്രോപ്പി ട്രാൻസ്ഫർ കാരണത്താലുള്ള ചേഞ്ച് ആണ്. എൻട്രോപ്പി ഇൻ മൈനസ് എൻട്രോപ്പി ഔട്ട് ആൻഡ് ദർ ഇസ് ആൻ എൻട്രോപ്പി ജനറേഷൻ. അങ്ങനെ ടുഗദർ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഒരു സിസ്റ്റത്തിന് എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയാം. അതൊരു റിവേഴ്സിബിൾ സിസ്റ്റം ആണെങ്കിൽ എന്തുണ്ടാവില്ല, എൻട്രോപ്പി ജനറേഷൻ വാല്യൂ ഉണ്ടാവില്ല. Now next one is the equation for a entropy generation in a closed system. So there closed system എന്തില്ല, മാസ് ഫ്ലോ ഇല്ല. അതുപോലെ തന്നെ its entropy change is simply the difference between initial and the final entropies. So you can see delta S system എന്ന് പറഞ്ഞാൽ it is S2 minus S1 എന്നുള്ളതാണ്. So accordingly other case, മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ അഡിയാബാറ്റിക് സിസ്റ്റം. അഡിയാബാറ്റിക് സിസ്റ്റം ആകുമ്പോൾ എന്താ, ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിരിക്കും. അപ്പോൾ നേരത്തെ ഇക്വേഷനിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല, സോ ഇറ്റ് ഈസ് 0. സോ ഐ ക്യാൻ സേ എൻട്രോപ്പി ജനറേറ്റഡ് ഈസ് ഇറ്റ്സെൽഫ് ഈസ് ഈക്വൽ ടു ദി എൻട്രോപ്പി ചേഞ്ച്. ക്ലോസ് സിസ്റ്റത്തിനാകുമ്പോൾ എന്തായിരുന്നു, എൻട്രോപ്പി ചേഞ്ച് ഓഫ് എ ക്ലോസ് സിസ്റ്റം ഡ്യൂറിങ് എ പ്രോസസ് ഇറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി നെറ്റ് എൻട്രോപ്പി ട്രാൻസ്ഫേർഡ് ത്രൂ സിസ്റ്റം and the entropy generated within the system boundaries. So entropy generation in a closed system നമ്മൾ കണ്ടു. ഇനി അടുത്തത് എൻട്രോപ്പി ജനറേഷൻ ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം ആണ്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഈ ഓപ്പൺ സിസ്റ്റം ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മാസ് ഇൻഫ്ലോ മാസ് ഔട്ട്ഫ്ലോ ഉണ്ട്. അപ്പോൾ ഈ മാസിൻ്റെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ കാരണം ദർ ഈസ് ആൻ എൻട്രോപ്പി ട്രാൻസ്ഫർ with related to mass.
അപ്പോൾ ആ ഒരു ചേഞ്ചും കൂടെ എന്ത് വരും, ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരും. സോ ഒരു rate of entropy change within the control volume during a process is equal to sum of rate of entropy transfer and net rate of entropy transfer in the control volume by mass flow and entropy generation. അങ്ങനെ നേരത്തെ ഉണ്ടായത് എൻട്രോപ്പി ട്രാൻസ്ഫറിന് പുറമെ മാസ് ഫ്ലോ കാരണത്താൽ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ചും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. ആൻഡ് ഫൈനലി എൻട്രോപ്പി ജനറേറ്റഡ്, അതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റത്തിനുള്ള എൻട്രോപ്പി ജനറേഷൻ നമ്മൾ പറയുന്നത്. ആൻഡ് ഫൈനലി എൻട്രോപ്പി ആൻഡ് ഡിസോർഡർ എന്താണെന്നുള്ളത് ഒരു റിലേഷൻ നമുക്കറിയാം. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് എ ഡിസോർഡർനെസ് ഓഫ് ദ സിസ്റ്റം അല്ലേ. സോ സിസ്റ്റത്തിൽ എൻട്രോപ്പി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡിസോർഡർനെസ് കൂടുകയാണ്. സോ ഒരു എൻട്രോപ്പി 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോർഡർനെസ് ഇല്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് പറയാം. ഇപ്പോൾ 2 ഗ്യാസസ് നമ്മൾ മിക്സ് ചെയ്താൽ പോലും നമ്മൾ പറയാം ഹയർ ഡിഗ്രി ഓഫ് ഡിസോർഡർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് നടക്കുകയാണെങ്കിലും ഇറ്റ് ഓൾവേസ് ടെൻഡ് ടു ഹാവ് എ ഹയർ ഡിസോർഡർ ലെവൽ. സോ നിങ്ങൾക്ക് ഈ പോയിന്റ്സുകൾ വായിച്ചാൽ മനസ്സിലാവും. എൻട്രോപ്പി ആൻഡ് ഡിസോർഡർ ദോസ് ആർ റിയലി സെയിം, അല്ലെങ്കിൽ രണ്ടും ഒരേ പോലെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി അടുത്തത് ചെറിയൊരു പാർട്ടാണ്, ദാറ്റ് ഈസ് അവൈലബിൾ എനർജി, that we will be seeing in the next video. Thank you.